സാറേ, ഇന്ത്യയുടെ കരസേനാ മേധാവി ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് ഈ ലൈൻ ഓഫ് കൺട്രോളിലുള്ള സൈനിക ക്യാമ്പിൽ ചെന്നപ്പോൾ അവരോട് ഇവിടെ കാശ്മീരിലാണോ? കാശ്മീർ, ജമ്മു കാശ്മീരിലെ LOC അടുത്ത് ചെന്നപ്പോൾ സൈനിക ക്യാമ്പിൽ അവരോട് സംസാരിക്കുക പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 അതിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് തുടങ്ങിക്കോണം. ഓപ്പറേഷൻ സിന്ദൂർ 1 നമ്മൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ 2 വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ നേരത്തെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ LOCയിൽ തന്നെ ഈ ലഷ്കർ ഇ തോയ്ബയുടെയും അതേപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഭീകര സന്നാഹം അവിടെ ഒരുങ്ങുന്നു. 120ഓളം പേർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ആയുധങ്ങളുമായിട്ട് തക്കം പാർത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സൈന്യത്തിന് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കശ്മീരിൽ ദീപാവലിയോടനുബന്ധിച്ച് വലിയ സ്ഫോടക ശേഖരം പിടികൂടുകയും ചെയ്തു. അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം അവിടെ നിലനിൽക്കുന്നു. പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടായി. പാകിസ്ഥാൻ ആരോപിക്കുന്നത് ഇന്ത്യ സ്പോൺസർ ചെയ്തിട്ടാണ് താലിബാൻ ഞങ്ങളെ ആക്രമിച്ചതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത നാണക്കേടുണ്ടായി. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനും പാകിസ്ഥാൻ്റെ ആവശ്യമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ? അതോ ഇതൊരു കരുതലെടുക്കുക, ജാഗ്രത പാലിക്കുക എന്നതിനപ്പുറം നമ്മൾ അതിന് വലിയ ഗൗരവം കൊടുക്കേണ്ടതില്ലേ? നമ്മളൊക്കെ ഇതിനെ അഭിപ്രായം പറയുന്ന ആളല്ല, ഡിഫൻസ് എക്സ്പേർട്ടൊന്നുമല്ല. പക്ഷേ ഒരു കാര്യം നമ്മുടെ കോമൺ സെൻസ് വെച്ച് പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യയുമായി ഒരു സംഘർഷത്തിൽ, ഒരു ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ സംഘർഷത്തിൽ ഏർപ്പെടാനുള്ള യാതൊരു ശക്തി, സാമ്പത്തിക ശക്തിയില്ല, ആയുധ ശക്തിയില്ല, ഒന്നുമില്ല. മാത്രമല്ല ഏത് അടിയന്തര ഘട്ടത്തിലും പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്ന ചൈനയുമായി ഇപ്പോൾ അത്ര നല്ല ബന്ധമല്ല. പക്ഷേ സൗദി അറേബ്യയായിട്ട് അവർ കരാറുണ്ടാക്കി, അമേരിക്കയായിട്ട് ട്രംപുമായിട്ട് വലിയ കൂട്ടുണ്ടാക്കി. സൗദിയായിട്ട് ആർക്കാ കരാറില്ലാത്ത? സൗദിയും മറ്റേ അവരുമായിട്ട് കരാറില്ല, പാലസ്തീനുമായിട്ട് കരാറില്ലേ, ഖത്തറുമായിട്ട് കരാറില്ലെങ്കിൽ ഖത്തറുമായിട്ട് നല്ല ബന്ധമില്ലേ? നാറ്റോ അവരും ആ അറബിക് നാറ്റോയുടെ ഭാഗമാണ്. ഖത്തറും ബോംബിട്ടിട്ട് എന്നാ ഉണ്ടാക്കിയവർ? ഇവരുടെ വാചകടി വർത്തമാനം കൊണ്ട് മാത്രം കാര്യങ്ങൾ ഇവരുടെ പുറമെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഞങ്ങൾ നടുങ്ങി എന്ന് പറഞ്ഞടക്കി. ഖത്തറിനെ ആക്രമിച്ചപ്പോൾ ഇപ്പോൾ തീർക്കൊണ്ടാ പറഞ്ഞത് ഇസ്രായേലിനെ, അല്ലേ? ഖത്തർ വെറും അറബി നടുങ്ങി 3 വട്ടം നടുങ്ങി. അതാണ് സംഭവം വരുന്നത്. ഇവിടെ ഇപ്പം പാകിസ്ഥാന് വേറൊരു ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് നമ്മളെക്കാൾ ദുർബലൻ്റെ ക്ലിയോപാട്ര മാർക്കാനുണ്ടെങ്കിൽ എഴുത്തുപോയ ഞാൻ ഒരു സ്ത്രീയാണ്, നിങ്ങളോട് യുദ്ധത്തിൽ തോറ്റാൻ എനിക്ക് വലിയ നാണക്കേടില്ല. മറിച്ച് നിങ്ങളാണ് എന്നോട് തോക്കുന്നതെങ്കിൽ ഒരു സ്ത്രീയായി എന്നോട് തോക്കുന്നത് വലിയ നാണക്കേടാണ്. അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്ത് തോറ്റു എന്ന് പറഞ്ഞാൽ വലിയ നാണക്കേടൊന്നുമില്ല. പാകിസ്ഥാനേക്കാൾ എല്ലാം കൊണ്ട് ഫാർ സുപ്പീരിയറാണ് ഇന്ത്യ. പക്ഷേ അഫ്ഗാനിസ്ഥാനോട് തോറ്റു എന്ന് പറഞ്ഞാലോ? അല്ല, അവരുടെ തുണി അടക്കം എടുത്തുകൊണ്ട് പോയെന്നൊക്കെയാണല്ലോ. അഫ്ഗാനിസ്ഥാൻ ഇന്ന് ഇവരുടെ പാകിസ്ഥാൻ അണ്ടർവെയർ വരെ കൊമ്പക്കൊത്തി തൂക്കിന്നാ പറഞ്ഞത്. അത്രയും നാണക്കേടിന്ന് ആ ഇമേജിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യയിൽ നിന്നൊരു ചെറിയ ശ്രദ്ധ മാറ്റി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പാകിസ്ഥാൻ വിചാരിക്കും. അതിന് 2 കൂടുതൽ മേടിച്ചാൽ, ഒരടി ഇങ്ങോട്ട് കൊടുത്തിട്ട് 2-3 അടി കൂടുതൽ മേടിച്ചാലും ഒന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല വേറൊന്നും ചെയ്യാൻ പോലെ. ഈ ലോകരാഷ്ട്രങ്ങൾ സഹായിക്കാമെന്ന് പറയുന്നതല്ലാതെ കാശ് കൊടുക്കും, ആയുധം കൊടുക്കും. ഇത് രണ്ടും അവരുടെ കച്ചവടം കൂടെയാണ്. ഈ 2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു കാര്യത്തിനും സഹായിച്ചിട്ടില്ല. ഏതെങ്കിലും ആകെ ചെയ്യുന്ന അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റേറ്റുകളെ വേറെ രാജ്യമാണ് ആക്രമിക്കുന്നതെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ എന്നാ ചെയ്യാൻ പറ്റി? വിയറ്റ്നാമിൽ എന്നാ ചെയ്യാൻ പറ്റി? ഒരു രാജ്യം പൊരുതാൻ തീരുമാനിച്ചാൽ, അത് ഏത് എത്ര ചെറിയ രാജ്യമാണെങ്കിലും ശരി അവൻ്റെ ഭാഗത്തുള്ള തോന്നലോടുകൂടി പൊരുതാൻ തീരുമാനിച്ചാൽ അതിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ജൂതന്മാരാണ്, ഇസ്രായേലാണ്. എത്രയോ വമ്പിച്ച സൈന്യശക്തിയാണ് ഇസ്രായേലിനെ വളയുന്നത്. അമേരിക്ക സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് അമേരിക്കൻ പട്ടാളക്കാരെ ഫൈറ്റിങ്ങിന് പോയിട്ടുണ്ട്? ഇല്ലല്ലോ. ഇല്ല. അമേരിക്ക ഇതേ ആയുധങ്ങൾ തന്നെ സൗദിക്കും കൊടുത്തിട്ടുണ്ട്. ആ ആയുധങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് എന്ത് ഉപയോഗിക്കാത്തെന്ത്? അല്ലെ ഇസ്രായേലുമായിട്ട് യുദ്ധത്തിന് പോകാത്തെന്ത്? ഖത്തറിനെ ആക്രമിച്ചല്ലേ? പോകായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യൻ അതിർത്തി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഏഷ്യയിലെ ഭൂഖണ്ഡത്തിലൊരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതുപോലെ ഭരണകൂടങ്ങൾ പ്രതിസന്ധിയിലെത്തുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കൽ പലപ്പോഴും പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധിക്ക് ആവശ്യമായിരുന്നു, ഫോട്ടോയ്ക്ക് ആവശ്യമായിരുന്നു, യുദ്ധം ആവശ്യമായിരുന്നു. പക്ഷേ നാണം കെട്ട തോൽവിയായിപ്പോയി പാകിസ്ഥാന് ബംഗ്ലാദേശ് കാലത്തുണ്ടായി. അത് ഇതുവരെ അവൻ ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ബംഗ്ലാദേശിനെ കൊണ്ട് നമുക്കിട്ട് ഒന്ന് അടുപ്പിച്ച് നോക്കുക. അവർ പ്രത്യേക മാനസിക സുഖമാണ്. ആ മാനസിക സുഖം കിട്ടുന്നു. അപ്പുറത്തേക്ക് ബംഗ്ലാദേശിന് നാളെ നമ്മളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ ബംഗ്ലാദേശിൽ ഇപ്പോൾ എത്ര ദൂരം സഞ്ചരിക്കണം? അതെ, ആ സിറ്റുവേഷൻ മാറ്റാൻ പാകിസ്ഥാന് പറ്റിയോ? അപ്പോൾ ഈ
പേടിപ്പീര് അർത്ഥമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇത് ചെലവാക്കാം, ജനങ്ങളെ ആവേശം കൊള്ളിക്കാം. പാകിസ്ഥാൻ നമ്മളെ അടിക്കാൻ വരുന്നു. ഈ സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ മോഡിയും ഇവിടുത്തെ ഡിഫൻസ് എക്സ്പേർട്സും പറഞ്ഞൊരു വാചകമുണ്ട്, പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു, ഇനി ഒന്നുകൂടി അടിക്കുന്നതിന് മുമ്പ് രണ്ടാമത് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു രണ്ടാമത്തെ ആലോചന കഴിഞ്ഞോ? പാകിസ്ഥാൻ നമുക്കെതിരായി യുദ്ധത്തിന് തയ്യാറാകുന്നുവെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ തന്നെ മേലാൽ പാകിസ്ഥാൻ തലപൊക്കിയിരുന്നതാണ് കുറേ നാളത്തേക്കെങ്കിലും. ഇപ്പോൾ അർത്ഥം തന്നെ ഓപ്പറേഷൻ ഫസ്റ്റ് നമ്മുടെ പരാജയപ്പെടുന്നു പറയേണ്ടി വരും. പാകിസ്ഥാന് കാര്യമായ ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് ഇപ്പോഴും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരിച്ചടിക്കാൻ കപ്പാസിറ്റി എന്നുള്ളതല്ല അർത്ഥം. അല്ല, ഇത് പാകിസ്ഥാൻ സൈന്യമല്ല, അവിടുത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദികൾ. അല്ല, അത് എവിടെ കയറിയാലും ആക്രമിക്കുന്നു. അമേരിക്കയുടെ ബില്ലാദിനെ എവിടെ വെച്ചാൽ അവർ പോകുന്നത്? അബോത്താബാദിൽ. അബോത്താബാദിൽ പാകിസ്ഥാൻ വെച്ചാൽ പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മളെ ആക്രമിക്കുന്ന രാജ്യത്തെ എവിടെ വെച്ച് ആക്രമിക്കാനുള്ള അസർട്ടീവായിട്ട് പറയണം. ഏത് മണ്ണിൽ നിന്നും ഇന്ത്യ ആക്രമിച്ചോ ആ രാജ്യത്തെ ആക്രമിക്കുക നമ്മുടെ ശത്രു തന്നെയാണ്. അവിടെ അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയുമായി വളരെ നല്ല മറ്റൊരു തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു നല്ല ബന്ധമുണ്ട്. ഇവിടെ BJPയുടെ പൊളിറ്റിക്സിന് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാനുമായി ശത്രുത നിലനിർത്തണം, അത് പുറമെ. മറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കഴിഞ്ഞ ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ ഒത്തിരി നേതാക്കന്മാരെ, തീവ്രവാദിയുടെ പ്രമുഖ നേതാക്കന്മാരെ, ലഷ്കർ-e തയ്യബ ഉൾപ്പെടെയുള്ളവരെ അവിടെ ചെന്ന് കൊന്നു എന്നാണ് നമ്മുടെ സൈനികരെ, അല്ലെ നമ്മുടെ ഗസ്റ്റപ്പോകൾ, ചാരന്മാർ കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അത് ABC TV ഒക്കെ നോക്കിയവന്മാർ അവിടെ ചാടി, അതിൻ്റെ ഡോവലിൻ്റെ പിള്ളേർ ചാടി കൊന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ അവരുടെ താവളത്തിൽ സുരക്ഷിതമായ 8-10 ഇന്ത്യൻ പട്ടാളക്കാർ ചെന്നിട്ട്, അല്ലെ ഇവരുടെ ചാരന്മാരെന്ന് കൂട്ടിക്കോ, ചെന്നിട്ട് കൊല്ലണമെങ്കിൽ പാകിസ്ഥാൻ്റെ മൗനാനുഭവത്തോടെ, കാരണം ഇവർ അവിടെയും ശല്യമാണ്. ഇപ്പോൾ ഹമാസ് എങ്ങനെ പാലസ്തീൻകാർക്ക് ശല്യമായി മാറിയോ അതുപോലെ ഈ ലഷ്കർ-e തയ്യബ ഉൾപ്പെടെയുള്ള കക്ഷികൾ ആർക്ക് ശല്യം? പാകിസ്ഥാൻ ഇവരെ ഒന്ന് ഒഴിവാക്കി കിട്ടണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇന്ത്യയുടെ ബായിലേക്ക് എറിഞ്ഞു കൊടുക്കുക. അത് ചെയ്തു അവർ. അല്ലെ ഇവർ സാമാന്യ യുക്തിക്ക് നടക്കുന്ന കാര്യമല്ലേ, കൊല്ലുന്ന അവരെ രക്ഷപ്പെടുത്താമായിരുന്നു. ഇന്ത്യയോട് പോരാടാൻ പറ്റിയില്ല. ഈ അങ്ങനെയുള്ളവരെ മുഴുവൻ കൃത്യമായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് ഇന്നടത്തവനുണ്ടെന്ന് പറഞ്ഞ് കൊല്ലാൻ സഹായിക്കണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടിയിരിക്കുന്ന പാകിസ്ഥാൻ തന്നെയായിരിക്കണം. അതുപോലെ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസുകാരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലണമെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്ന ഖത്തറിൻ്റെ അറിവോടെ തന്നെ പരസ്യമായിട്ടായിരിക്കണം, ഏതെങ്കിലും സോഴ്സ് കൂടെ എത്തിക്കും. അപ്പം അത്തരം രാഷ്ട്രതന്ത്രത്തിനിടയ്ക്ക് ഈ വാർത്ത തൽക്കാലം കുറേ കൂടെ നമ്മളെ രാഷ്ട്രീയമായി അലർട്ടാക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നുകൂടെ ആവേശം കൊള്ളിച്ച് സജീവമാക്കി നിർത്താൻ, ഓട്ട മത്സരത്തിന് വെടിവെച്ച് കേൾക്കാൻ നിൽക്കുന്നവർ, കാത്തു നിൽക്കുന്നവർ നമ്മളിങ്ങനെ കാല് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നിൽക്കാം. അതിൽ കൂടുതൽ അല്ല, ഇതിപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ ഉള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ വാർത്ത വന്നേക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇപ്പോൾ അതിർത്തിയിൽ പരസ്പരം ഏറ്റുമുട്ടലോ ഷെല്ലിങ്ങോ ഒക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നാമ്പുറത്തുകൂടി നുഴഞ്ഞുകയറ്റവും അതേപോലുള്ള പരിപാടികളൊക്കെ അരങ്ങേറും. അത് ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്, അതിനുള്ള ഒരു കവറാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ശ്രദ്ധ തിരിക്കൽ അജണ്ടയാണോ ഇതിൻ്റെ പിന്നിലെന്ന് സംശയിച്ചൂടെ? അല്ല, അത് ഭീകരരെ പിന്നെ ഇങ്ങോട്ട് കടത്തി വിടാനുള്ള കവറായിരിക്കും. പക്ഷേ ഒന്നുണ്ടെന്നേ, ഈ ഭീകരർക്ക് വന്നിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാമേജ്, ഒളിച്ചിരിക്കുന്ന കൊച്ചു പിള്ളേർ ട്രെയിനിന് കല്ലെറിയുന്ന പോലെ അതിലപ്പുറത്തേക്ക് ഡാമേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്കൊരു ബോംബ് വെച്ചിട്ട് പോകാൻ പറ്റും. ഇത് ഇന്ത്യയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കും. പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനങ്ങൾ ബലൂചിസ്ഥാനിലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ ഇന്ത്യ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഇതിനെ കൗണ്ടറായിട്ട് ചെയ്യുന്ന ഏക രാജ്യം അമേരിക്കയാണ്. അവിടെ കയറി അവൻ്റെ പള്ളക്കെട്ട് കൊടുക്കും, അപ്പം തന്നെ കൊടുക്കും, വെച്ചോണ്ടിരിക്കുകയാണ്. അതിന് വലിയ ആരുടെ പിന്നെ ഒന്നും ആവശ്യം അമേരിക്കയ്ക്കില്ല. ഇവിടെ വന്ന് പിടിച്ചില്ലേ, രാധനെ പിടിച്ചില്ലേ, അത് മാത്രം ഓർത്താൽ മതി. എന്താ ഇവൻ്റെ ശക്തി? ഇവർക്ക് എന്നാ ഉള്ളത്? ഇസ്രായേൽ എത്ര പ്രാവശ്യം ഇവരെ ആക്രമിച്ചിരിക്കുന്നു. NNB വിമാനത്താവളം തൊട്ടിങ്ങോട്ട് തുടങ്ങി ഇറാനിൽ എത്ര പ്രാവശ്യം ചെന്ന് ബോംബ് ചെയ്യുന്നു. ഇവിടെ യമനിലോ ഹൂത്തികളെ അവിടെ ബോംബ് ചെയ്യുന്നു, ലെബനനെ ബോംബ് ചെയ്യുന്നു. എന്നാ ചെയ്യാൻ പറ്റുന്നത്? ശക്തിയും വിൽ പവറും ടെക്നോളജിയും കൂടെ ഉണ്ടെങ്കിൽ തൽക്കാലം അതിനെ കവർ ചെയ്യാൻ, ഇവിടെ ഇസ്രായേലിൻ്റെ ടെക്നോളജിയെ കവർ ചെയ്യാൻ അമേരിക്കയ്ക്ക് പോലും പറ്റുന്ന തോന്നുന്നില്ല. അമേരിക്ക ആ ടെക്നോളജി ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ്. അല്ലെ അത് മുഴുവൻ കളയണം. ഇന്ന് നമുക്ക് യുദ്ധവിമാനം തരാതെയൊക്കെ ഇവർ നമ്മളെ ഞെരുക്കാൻ നോക്കും. കാരണം 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ ശക്തമായാൽ, റഷ്യ ശക്തമായ പോലെയല്ല, ചൈന ശക്തമായോ അമേരിക്ക വിഷമിക്കുക. കാരണം ഇത്രയും ജനമുണ്ട് അവിടെ. അവരെ കൊല്ലണമെങ്കിൽ ഒത്തിരി കാശ് മുടക്കണം. അത് അത്രയും ബോംബ് ഉണ്ടാക്കണമെങ്കിൽ, ഇന്ത്യക്കാരെ മുഴുവൻ കൊല്ലണമെങ്കിൽ അമേരിക്ക എത്ര കോടി രൂപയുടെ ബോംബ് പൊട്ടിക്കണം. അപ്പോൾ സാമ്പത്തികമായിട്ട് അവരെ തളർത്തും. ഇതാണ് സത്യം.
ഇത്തരം ചെറിയ നമുക്ക് മനസ്സിലാകുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ചില സത്യമുണ്ട്. ഇതിന് എക്സ്പേർട്സ് അവതരിപ്പിക്കുമ്പോൾ അത് വേറെയാവും. ബാലിസ്റ്റിക് മിഷൻ്റെ റേഞ്ച്, ഇവിടുന്ന് അവിടെ പോയി ഇത്ര കിലോമീറ്റർ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ചെല്ലാനുള്ള വിമാനം, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് വിമാനമുണ്ടോ, അവിടെ പോവുക, അവനിട്ട് കൊടുക്കുക, പോരുക, ഇത്രയും നമുക്ക് അറിയേണ്ടുള്ളൂ.